For our wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my god, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakh. Okay. Don't open your eyes, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise! നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാർഡിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടി പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരോട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അഖിലിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഷോർട്സ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. എൻ്റെ മക്കളെല്ലാം ഇരുന്ന് എപ്പോഴും എന്താ പറയുക, ഡെയിലി ഇവൻ്റെ ഫാനാണെന്ന് തന്നെ പറയും. അഖിലിൻ്റെ വീഡിയോസ് എല്ലാം ഇരുന്ന് കാണുന്നതാണ്. ഇപ്പോഴാണ് ഞാനൊരു ന്യൂസ് കേട്ടത്. വേറൊരു യൂട്യൂബ് ചാനൽ ഞാനൊരു വാർത്ത കണ്ടു. അഖിലിൻ്റെ വൈഫ് ആരുടെ കൂടെ ബസ്സിൽ കിളിയുടെ കൂടെ ഒളിച്ചോടി, കിളിയോ കണ്ടക്ടറിൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളൊരു ന്യൂസ് ഭയങ്കര ഞെട്ടിക്കുന്നൊരു ന്യൂസായിരുന്നു. അവരുടെ വീഡിയോസിലെല്ലാം വൈഫും ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഭാര്യയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, കാറ് കൊടുക്കുന്നതൊക്കെ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ലക്ഷറി ലൈഫ് തന്നെയാണ്. ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയാണെങ്കിലും നല്ല ഫാമിലി ആണെങ്കിലും നല്ല റിച്ച് ഫാമിലി തന്നെയാണ്. അതുപോലെ തന്നെ അഖിലിൻ്റെ ഫാമിലി നമുക്ക് കാണുമ്പോഴൊന്നും ഒരു ഇതുപോലെ നല്ല അടിച്ചു പൊളിച്ച് നല്ല സൂപ്പറായിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു ഞെട്ടലോടെയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. എന്താ പറയുക, സുഖം കൂടിയാലും കുഴപ്പം, സുഖം കുറഞ്ഞാലും കുഴപ്പം, സുഖം കൂടിയാലും ഒളിച്ചോട്ടം, സുഖം കുറഞ്ഞാലും ഒളിച്ചോട്ടം. ഇത് എവിടേക്കാണ് ഈ പെൺകുട്ടികളുടെ പോക്കെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ലൈഫ് എടുത്ത് നോക്കുമ്പോൾ, ഈ ഒരു അഖിലിൻ്റെ ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ലൈഫിൽ നമ്മൾക്ക് കാണുമ്പോൾ ഒരു ഇതും തോന്നുന്നില്ല. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെയൊക്കെ എന്തിനാ പോയി എന്ന് അഖിലിന് പോലും, തൻ്റെ വൈഫ് എന്തിനാ പോയി എന്ന് അഖിലിന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും വേറൊരു യൂട്യൂബ് ചാനലിൽ കുറച്ച് കാര്യങ്ങൾ ആൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ പേര് മറന്നുപോയിട്ട്, അപ്പോൾ ആ ചാനലിലാണ് ഞാൻ കണ്ടത്. പിന്നെ ഡാനി സത്യനും വീഡിയോ ചെയ്തത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഈ ഒരു വീഡിയോ കറക്റ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാർഡിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടി പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ എന്ന്. ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവൾ പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു വെച്ചായിരുന്നു. പുള്ളിക്കാരിൻ്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖിൽ ആ കോഴ്സിന് കൊണ്ട് ചേർത്തു. പുള്ളിക്കാരൻ ഇന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടിരുന്ന പറ്റില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളി ഉണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റ് പുള്ളിക്കാരനായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനായിട്ട് ഒളിച്ചോടി പോകുന്നു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു, ശരിക്കും എന്താണ് പറ്റിയെന്നൊന്നും അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ച് വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവൾ ബാഗ് എടുത്തിട്ട് അവനോട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ അഖിലിൻ്റെ കുറച്ച് നാൾ മുമ്പത്തെ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ നമുക്ക് കണ്ടുനോക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ ഷഫീഖിനെ കണ്ടേ? അത് എന്റെ വീടിന്റെ അടുത്താണ് വീട്. ഞങ്ങള് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിന് ശേഷമാണ് അറിയുന്നത് മിണ്ടണെങ്കിൽ ആദ്യം എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായ നല്ലത്. പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഈ പറഞ്ഞിട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറേ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ.
അപ്പോൾ മേഘ ഇപ്പോഴത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയിൽ എന്തെങ്കിലും കൊണ്ടതിൽ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലേ. ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോൾ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും അല്ലേ ആവാൻ പറ്റുന്നത്. ശരിക്കും ഇവരുടെ ഇത് പ്രണയവിവാഹം തന്നെയായിരുന്നു. ഓക്കെ, പ്രണയവിവാഹമായിരുന്നു. ആദ്യമേ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് വിവാഹം നടത്തി. സത്യമാണ്. ഇപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ എന്താ ലോകത്ത് നടക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞ പേടിയാണ്. എന്താ മനുഷ്യർ ചിന്തിക്കുന്നത് പോലും അറിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ പിള്ളേരെ കല്യാണം കഴിക്കാൻ തന്നെ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണെന്നാണ് ഓരോരോ ഇതെന്ന്. ഇപ്പോൾ എനിക്ക് ഞാൻ ഷഹലയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ എനിക്ക് വന്ന കമൻസും അതുപോലെ പേഴ്സണലി എനിക്ക് മെസ്സേജൊക്കെ വന്നത്, സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ തന്നെ പേടിയാണെന്നാണ് ഇപ്പോഴത്തെ തലമുറ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞതും പിന്നെ അവർ എന്താണ് ഈ ഒരു ലൈഫ് പോരാന്ന് പറഞ്ഞിട്ട് എങ്ങനത്തെയോ അവന്മാരുടെ കൂടെ പോവുകയാണ്. MDMA ആണെങ്കിലും ശരി, കഞ്ചാവാണെങ്കിലും ശരി, ഒന്നും പ്രശ്നമല്ല അവർക്ക്. എന്താണ് എങ്ങനെയെങ്കിലൊക്കെ ഈ സുഖിപ്പിക്കുന്ന വാക്കുകൾ കേട്ടാൽ മതി എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ അതൊരു ന്യായം തന്നെയാണ്. എന്താ ചോദിച്ചാൽ നമ്മൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രണയിക്കുന്ന സമയത്ത് ഭയങ്കര നല്ലൊരു നല്ല സംസാരങ്ങളും റൊമാൻറ്റിക് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടി, പിന്നെ പ്രാരാബ്ദങ്ങൾ കൂടി. അപ്പോൾ ലൈഫ് സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു പ്രണയിച്ച ആ ഒരു ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും പ്രണയിക്കാൻ കഴിയണം. പക്ഷെ കഴിയില്ല. ആ ഒരു ആണുങ്ങളെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ അവരും നിസ്സഹായരാണ്. അവർക്ക് എന്തെല്ലാം നോക്കണം, ഫാമിലി, അതുപോലെ മക്കൾ, പിന്നെ പ്രണയിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ ഇതിനൊന്നും ടൈമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴുള്ള പെൺകുട്ടികളാണെങ്കിൽ ആഗ്രഹിക്കുന്നത് മൊത്തം പുറത്ത് പോകണം, കറങ്ങണം, അവരെ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് എന്നും ഇതായിട്ട് നടക്കണം എന്നുള്ള ഒരു രീതിക്കാണ് പെൺകുട്ടികളുടെ ആ ഒരു നടത്തും ഭാവമൊക്കെ. പക്ഷേ ഈ ഒരു ഇത് കേട്ടപ്പം അവർ എല്ലാ വീഡിയോസിലെല്ലാം ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളതാണ് ഈ ഒരു ലൈഫ് കണ്ടിട്ട് ആരെയും വിലയിരുത്തരുതെന്ന് പറയണത് 100% സത്യമാണ്. നമ്മൾ ആ ഒരു ലൈഫ് കണ്ടിട്ട് ആവരുത്. നമ്മൾ അവൻ്റെ ലൈഫ് കണ്ടോ, അതിൽ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെന്താ ഇങ്ങനെ ഒരാളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്തിട്ട് ഒരു ലൈഫ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് സക്സസ് ആവില്ല. ഇപ്പം നമ്മളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഞാനും ഒരു ലൈഫ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കണം, ആണുങ്ങളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കണം, നമ്മുടെ ഭാഗത്തു ഉള്ള കാര്യങ്ങൾ അവരും ചിന്തിക്കണം. രണ്ടുപേരും ഒരു ഇതിലൂടെ പോകണം. ഇപ്പോൾ അഖിലൊരു ലൈഫ് എന്ന് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ഇതാണ്. നേവിയിൽ എന്തോ ആയിരുന്നു ജോലി. അത് റിസൈൻ ചെയ്തിട്ടാണ് യൂട്യൂബ് ചാനലിലോട്ട് പുള്ളിക്കാരൻ വരുന്നതും യൂട്യൂബ് ചാനലുമായിട്ട് ഭയങ്കര സക്സസ് ആയിട്ട് തന്നെ മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈഫായിട്ട് പുള്ളിക്കാരൻ പോകുന്നത്. അപ്പം ഇപ്പോഴുള്ള തലമുറയ്ക്ക് എന്താ സംഭവം, നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഷോക്കാവുകയാണ്. നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ MDMAയും അതുപോലെ എന്താ പറയുക കഞ്ചാവും കള്ളുമൊക്കെ അടിക്കുന്ന പിള്ളേരുമായിട്ട് കൂട്ടുകൂടി അവരിൽ എന്ത് ഇതാണ് കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒളിച്ചോടി പോയവരൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലൊരു ലൈഫ് കളഞ്ഞിട്ട് ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ പോകുന്നതെന്നുള്ളത്. സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് തല കറങ്ങണം. ഇത്രയും നല്ല ലൈഫൊക്കെ കിട്ടിയിട്ട് ശരിയാണ്, ഇനിയിപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഇവൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ആ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കോമഡി ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. For our wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my God, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakh. Okay. Don't open your eyes, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise. ആ ഒരു ഇതെടുത്ത് നോക്കൂ. ഈ ഒരു ഇതിൽ എന്താണ് കുറവ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആവശ്യത്തിന് സ്വർണം,
ഇഷ്ടംപോലെ എല്ലാ ബന്ധുക്കാരും കൂടെ ഉണ്ട്. എന്താണ് നല്ലൊരു പുരുഷൻ. പിന്നെ പലരും പലതരത്തിലും പറയുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്കൊരു വേറൊരു വീഡിയോ കണ്ടു, അഖിലിന് പുരുഷന്മാരോട് എന്തോ ചെറിയൊരു ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തോ ഒരു സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പം എന്താണ് അഖിൽ വന്ന് പറയട്ടെ ഇനി എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു വിഷമകരമായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് ഇത് കണ്ടപ്പോൾ. ഭയങ്കര സങ്കടം തോന്നി. എന്താ വെച്ചാൽ ഞാൻ പിള്ളേരിവിടെ ഇവൻ്റെ ഫുൾ വീഡിയോസുകളും കാര്യങ്ങളും ഷോർട്സും എല്ലാം ഇരുന്ന് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർ കാണുമ്പോൾ ഞാനും കൂട്ടത്തിലിരുന്ന് കാണും. ഞാൻ പിന്നെ നേരത്തെ ഷോർട്സൊക്കെ ഞാൻ ഇവൻ്റെ ഷോർട്സൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് മോണിറ്റൈസേഷൻ കട്ടാവുകയും ചെയ്തു. അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാനും ഇവൻ്റെ കട്ട ഫാനായിരുന്നു. പക്ഷേ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല ലൈഫിൽ ഈ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്തായാലും ആ യൂട്യൂബർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വലിയ ഗ്രാൻഡ് വിവാഹം നടക്കും. നമ്മൾ എല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയ ഫുൾ ട്രെൻഡിങ്ങിലായിരുന്നു അതിൻ്റെ വിവാഹം. പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ, അത് വെറും ഒരു കച്ചറ ഒരുത്തൻ. അവന് സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര താല്പര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും നമ്മുടെ നാട് എങ്ങോട്ടാണ്? കുറച്ച് നമുക്ക് ഷഹല പോയി, അതിന് മുമ്പ് രഞ്ജിഷിന്റെ ഭാര്യ പോയി, ഇത് 11 ഭാര്യ പോയി. ഇതെന്താണ് ശരിക്കും നടക്കുന്നത്? എന്താണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എൻ്റെ പൊന്ന് സ്ത്രീകളെ, നിങ്ങൾക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിന് മുന്നേ അങ്ങ് പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് മറ്റൊരുത്തിന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കി അവനെ ഒന്നിച്ചിട്ട് പോകുമ്പോൾ തകരുന്നത് അവൻ്റെ ലൈഫാണ്. അത് സ്ത്രീകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ അവൾ കിടന്ന് ഓരോ ഇല്ലാത്ത ന്യായങ്ങളും കള്ളങ്ങളൊക്കെ പറയുമായിരിക്കും. അതിലങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പരസ്പര ബന്ധം ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. അത് അവളുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും അവളെ വീട്ടുകാർ പോലും വേണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവളുടെ വീട്ടുകാർ അത്യാവശ്യം നല്ല വെച്ചിട്ട് ഞാൻ അമ്മ ടീച്ചർ അച്ഛൻ അഡ്വക്കേറ്റ് ആകുമ്പോൾ അത്യാവശ്യം സെറ്റാണ്. സോ ഇനി അവൾ മടങ്ങി വന്നാൽ പോലും അവർക്ക് വേണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കോളനിയായിട്ട് ഒരുത്തനോട് പോകുന്നതാണ് അറിഞ്ഞത്. സോ അങ്ങനെയുള്ള ഒരുത്തനോട് പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്താകും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അവൾ പോയി. കാരണം അഖിലിന് നമുക്കറിയാം നേവിയിലുള്ള ജോലി ഉപേക്ഷിച്ച് ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലോട്ട് വരണമെന്നുള്ള ഗഡ്സ് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തു. കാരണം 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടില്ല. അതും അത്രയ്ക്ക് നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന് ഈ ഒരു ലെവലിൽ അവർ എത്തണമെന്നുണ്ടെങ്കിൽ അവർ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അവൻ മഹാരാജാസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ഓക്കെ, എന്നിട്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് കണ്ടിട്ടാണ് ഈ പോകുന്നതാണ്. പിന്നെ നിങ്ങളോട് വേറെ കാര്യം പറയാം. ഓക്കെ, ഈ വിവാഹം കഴിഞ്ഞിട്ടുള്ള പിള്ളേരെ മാത്രം ടാർഗറ്റ് നടക്കുന്ന പറയുന്ന കാര്യമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടുള്ള പിള്ളേരെ വളയ്ക്കാൻ വേണ്ടി മാത്രം നടക്കണം. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒരു ഈ ബസ്സിലുള്ളവരായിരിക്കണം. ഓക്കെ, അത് അങ്ങോട്ട് ഇങ്ങോട്ടും കൈയും കണ്ണും കാണിച്ച് എന്തായാലും ഇവളുമാർക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ത്രീകളെ കൊടുക്കും, അതിപ്പിടിച്ച് കയറി വളച്ചെടുക്കും. ഓക്കെ, ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കുറേ നാൾ കണ്ടിന്യൂ കൊണ്ടുപോകുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് വലിച്ചെടുക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അല്ലാതെ ആത്മാർത്ഥ സ്നേഹമോ കോപ്പം അങ്ങോട്ട് ഒന്നുമില്ല. ഓക്കെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒരു കുടുംബമുണ്ട്, നിങ്ങൾക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, ഒരു ഭർത്താവ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു വിവാഹം പെണ്ണാണെന്ന് പറഞ്ഞ ചടങ്ങ് വെച്ചിരുന്നതാണ്. അതിന് വരുമ്പോൾ അങ്ങോട്ട് സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ ബന്ധം ഉണ്ടെങ്കിൽ തുറന്ന് പറയും, ഓപ്പണായിട്ട് പറയാം. ഓക്കെ, അത് ആ ചടങ്ങിപ്പം പെണ്ണാണെന്ന് ചടങ്ങിൽ നിങ്ങൾ കിടന്നില്ല, അവൻ പോയിക്കോളും, അവൻ വഴിപ്പിക്കോളും. അവൻ ഇരിച്ച് നല്ലൊരു ചിനാണെങ്കിൽ അതിനെ കിട്ടും. അല്ലാതെ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, എന്തായാലും അഖിലിന് ദൈവം ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുള്ള ഒരു മനസ്സിനായ ശക്തി കൊടുക്കട്ടെ പ്രാർത്ഥിക്കാം. എന്തായാലും മേഘ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ മോളെ നീ അനുഭവിക്കാതെ ഭൂമിയിൽ പോകത്തില്ല. അത് 100% ഉറപ്പാണ്. നീ അനുഭവിക്കാതെ ഭൂമിയോട്ട് പോകത്തില്ല. ഓക്കെ, ആ പാവ പിടിച്ചവൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് നിനക്ക് വലിയ പക്വത ഇല്ലെന്നാണ് ഞാൻ. നീ അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള പെണ്ണൂലല്ല, അതുകൊണ്ടായിരിക്കും ഒരു ക്ലീൻ അടിച്ചുകൊണ്ട് പോയത്. ഓക്കെ, ആ പക്വത കൊണ്ടായിരുന്നു ഒരിക്കലും പോകില്ല. അപ്പോൾ ഈ ഭൂമിയിൽ ഒന്നും അനുഭവിക്കാൻ നീ പോകില്ല. ഒരു പാവപ്പെട്ടവരെ കണ്ണീരും അവൻ്റെ കുടുംബം തകർത്താണ് നീ പോയത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ഈ ഒരു ക്ലിയർ ആയിട്ട് ആൻസർ നിങ്ങൾക്ക് തരണം. കാരണം രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് സോഷ്യൽ മീഡിയയിലാണ് കാണുന്നത്. പോയോ അത് സത്യമാണോ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും സത്യം തന്നെയാണ് പുള്ളിക്കാരൻ. ഈ ഒരു കാര്യത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. എന്താ ചോദിച്ചാൽ നമുക്കൊരു ലൈഫുണ്ട്. നമുക്ക് ആ ഒരു ലൈഫിൽ ഒരു ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരൊറ്റയടിക്ക് ഇങ്ങനെ ഒളിച്ചോടി പോയിട്ട് നാണം കെടുത്തുകയല്ലേ ചെയ്യേണ്ടത്. നാണം കെടുത്താതെ എന്താ പറയുക, ആ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിലും നിങ്ങളുടെ പേരൻസുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കോടതി വക്കീലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരുമായിട്ട് സംസാരിച്ചിട്ട് അതിലൊരു തീരുമാനം എടുക്കുക. അല്ലാതെ ഇങ്ങനെ അവൻ ആ ഒരു അഖിലല്ല, എത്രയോ ആണുങ്ങൾ ഇതിൽ ബലിയാടാവുന്നുണ്ട്. അതായത് അവരൊന്നും അറിയാത്ത ആളുകളാണ് ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഭാര്യ ഒളിച്ചോടി പോയി എന്നുള്ള ആ ഒരു ന്യൂസ്. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതെന്നുള്ള കാരണമെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോകും. ഇങ്ങനെ മാനസിക പീഡനം അവർക്ക് ആണുങ്ങൾക്ക് കൊടുക്കാതെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജീവിതത്തിൽ തൃപ്തരല്ലാത്തതെന്നുള്ളത് പറഞ്ഞിട്ട് പോകാനുള്ളൊരു സാമാന്യ ഇതെങ്കിലും കാണിക്കും. ഞാനൊരു പെണ്ണാണ്, ഞാനൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് വരുന്നതാണ്. അപ്പം നമുക്ക് പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മളതെല്ലാം തരണം ചെയ്യും. ഈ ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് ഈ കാമുകിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഒളിച്ചോടി പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ അവരുടെ ആ മോഹന വാഗ്ദാനങ്ങൾ കേട്ടിട്ടാണ് നിങ്ങൾ ഈ ഒളിച്ചോടി പോകുന്നത്? എനിക്ക് പെൺകുട്ടികളോട് ചോദിക്കാനുള്ളത്. ഈ മോഹന വാഗ്ദാനങ്ങളിൽ മാത്രം പെട്ടുകൊണ്ട് ഒരു കുന്തും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ യൂട്യൂബർ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ എന്തെങ്കിലും ഒന്ന് അവൻ്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ കറിവേപ്പില പോലെ കളയും. അപ്പോൾ അത് വിവേചക ബുദ്ധിയില്ല ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക്. ഈ പെൺകുട്ടികൾക്കൊക്കെ എന്ത് ബോധത്തിൻ്റെ പുറത്താണ് ഇവർ ഈ ലൈഫ് കളഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയുള്ള ഈ ലൈഫ് കളഞ്ഞിട്ട് കണ്ടവന്മാരുടെ കൂടെ പോകണമെന്നുള്ളത് ഞാൻ
മൂക്കിൽ വിരൽ വെച്ച് പോവുകയാണ്. ഇതൊക്കെ എവിടേക്കാണ് ഈ നമ്മുടെ ലോകം പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് ഇപ്പോഴുള്ള കുട്ടികൾ ചിന്തിക്കുന്നത്. കേട്ടിട്ട് ഭയങ്കര ഷോക്കായിപ്പോയി. എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഭയങ്കര ഷോക്കായിപ്പോയി. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.